So hello guys, welcome back. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ വെച്ചാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ നാളായി അൺബോക്സിംഗ് വീഡിയോയും കാര്യമൊക്കെ വന്നിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന അൺബോക്സ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് വെച്ചാൽ ഒരു മൈക്കാണ്. ഇതാണ് നമ്മുടെ മൈക്ക് ഗൈസ്. ഇതാ നമ്മുടെ ഒരു മയാനയുടെ ഒരു മൈക്കാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ഗൈസ്. അപ്പം അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെൽറ്റും കൂടി എനേബിൾ. പിന്നെ നമ്മുടെ ഗെയിമിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Aju Techno. ഇതിപ്പോൾ നമ്മൾ മൈക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് വെച്ചാൽ മയാനയുടെ PM461S എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മുടെ ഈ മൈക്ക് വെച്ചാൽ. ഇതിൻ്റെ കൂടെ വിത്ത് അറ്റാച്ച് ആയിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡും കൂടെ കിട്ടുന്നുണ്ട്. അപ്പം സ്റ്റാൻഡ് ഇല്ലാതെയും ഉണ്ട്, സ്റ്റാൻഡ് ഉള്ളതും ഉണ്ട്. ഞാനിപ്പോൾ സ്റ്റാൻഡ് കൊണ്ടിട്ടാൽ എക്സ്ട്രാ സ്റ്റാൻഡ് വാങ്ങാൻ നമ്മൾ അധികം എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റാൻഡും കാര്യമൊക്കെ കിട്ടും. നല്ല റേറ്റ് കുറവ് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യമൊക്കെ നോക്കാം. അതിന് മുമ്പ് നമ്മൾ നേരെ അൺബോക്സ് ചെയ്തിട്ട് വരാം. അൺബോക്സ് ചെയ്യുമ്പോൾ ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടുന്നു നോക്കിയിട്ട് നമുക്ക് നേരെ സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കാം. പിന്നെ ഗൈസ്, അൺബോക്സിങ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താണ് ഗുണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഗെയിമിംഗ് ചാനലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ, നല്ല മൈക്ക് വേണ്ടി തിരഞ്ഞു നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് നല്ലൊരു മൈക്ക് തന്നെയാണ്. എമൗണ്ട് വളരെ കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കിടില മൈക്ക് തന്നെ ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു സിംഗറാണ്, നിങ്ങൾക്ക് പാട്ടൊക്കെ പാടാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നല്ലൊരു മൈക്ക് തന്നെയാണ്. അപ്പോൾ വോയിസ് ഓവർ ഗെയിമിംഗ് ചാനലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ലിങ്ക് കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മയാനൊരു കമ്പനിയാണ്, ഇപ്പോൾ എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി പ്രൊഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഇതിലല്ല, ഇതിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റിയ സാധനമാണോ, നിങ്ങൾക്ക് പറ്റിയ സാധനമാണോ നിങ്ങൾക്ക് അവസാനം മനസ്സിലായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. സോ ഈ സിംഗ് കണ്ടിട്ടുണ്ടാകും, അൺബോക്സിങ് കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്ക് നമ്മുടെ സൈഡിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ കിട്ടി നോക്കാം. ബോക്സിൻ്റെ കൂടെ നമുക്ക് മൈക്കിനെ അറ്റാച്ച് ചെയ്യാനായിട്ട് എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് കൂടെ കിട്ടിയെന്ന് വെച്ചാൽ കുറച്ച് പേപ്പർ വർക്ക്സ് ആണ്, യൂസർ മാനുവലും പിന്നെ ഒരു ഫീഡ്ബാക്ക് കാർഡുമാണ് നമുക്ക് ഫസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടിയത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിവശത്തായിട്ട് കണക്ട് ചെയ്ത ഒരു വയറാണ്, USB വയറാണ്. അപ്പോൾ ഇതിന് ഇവിടെ ആയിട്ടുള്ള USB, അപ്പുറ സൈഡ് അറ്റത്തായിട്ട് USB കേബിൾ വരുന്ന ഒരു മൈക്ക് വോയിസ് കണക്ടറാണ്.
പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റാൻഡ് ഹോൾഡറാണ് ഫസ്റ്റ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പം സ്റ്റാൻഡ് ഹോൾഡ് ചെയ്യാനുള്ളൊരു ഹോൾഡർ അടിഭാഗത്തായിട്ട് നമ്മൾ ഫിക്സ് ഒക്കെ ചെയ്യുന്ന ക്ലാമ്പ് പോലത്തെ സംഭവം തന്നിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മുടെ സ്റ്റാൻഡ് തന്നിട്ടുണ്ട്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡ് കേസ് കണ്ടാൽ മനസ്സിലാവും. നല്ല രീതിയിൽ തന്നെ മൂവ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലൻ സ്റ്റാൻഡ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ മൈക്ക് ഹോൾഡർ വെച്ചാൽ ഈ സംഭവം ഗൈസ് ഇതാണ്ട് ഈ മൈക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഈ സംഭവം നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ വിൻഡ് ഷീൽഡ്. ഈ സംഭവം ഇതും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ആയിരുന്നു ബോക്സിനകത്ത് വന്നത്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള മൈക്ക്. അപ്പം ടോട്ടൽ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ബോക്സിനകത്ത് ഉണ്ടായത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്കിതെങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റും കാര്യമൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ ഇത് വാങ്ങുന്നവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് കാര്യമൊക്കെ. ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്നും പിന്നെ അടിവശത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ക്ലാമ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഫിറ്റും കാര്യമൊക്കെ ചെയ്തു അവസാനം ഫൈനലി ഔട്ട്ലുക്കാണ് ഇത് ഗൈസ്. നമുക്കിതങ്ങനെ മൂവും കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഈ വിൻഡ് ഷീൽഡ് എന്ന് പറയും. ബട്ട് ഇതൊരു മെറ്റൽ ഷീൽഡ് ആയതുകൊണ്ട് ഇത് എന്തിനും പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇതിനെ കൂടെ വന്നത്. ഇതില്ലാണ്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂരാൻ വളരെ എളുപ്പമാണ് ഗൈസ്. ഇതാ, അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലാത്ത പക്ഷേ നമുക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇത് വിൻഡ് ഷീൽഡാണ്. നമ്മുടെ ഈ കാറ്റും കാര്യമൊക്കെ പെട്ടെന്ന് അകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഷീൽഡാണിത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ളി മെയ്ഡ് ബൈ പ്ലാസ്റ്റിക് ആൻഡ് മെറ്റലാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മൈക്കിൻ്റെ മോൾ ഭാഷം അല്ലെങ്കിൽ സൈഡ് മൊത്തം പ്ലാസ്റ്റിക് തന്നെയാണ്. നല്ലൊരു ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു വോയിസ് കൺട്രോളർ ഇട്ടുണ്ട്. ഗ്രെയിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വോയിസ് കൺട്രോളർ, സൗണ്ട് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റുന്ന ഒരു കൺട്രോളർ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ മൈക്ക് ഹോൾഡർ അടക്കം പ്ലാസ്റ്റിക് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് മൊത്തം ഇവിടം വരെ പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ ഈ മെറ്റൽ, ഇതാണ് നമ്മുടെ മെറ്റൽ ഭാഗമായിട്ട് വരുന്നത്. ഇതും ഇതിൻ്റെ ഹോൾഡറും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതും ഇതിൻ്റെ ഹോൾഡറാണ്. പ്ലാസ്റ്റിക് അല്ലാത്ത രീതിയിൽ മെറ്റൽ രീതിയിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ വിൻഡ് ഷീൽഡുമാണ് മെറ്റലിലായിട്ട് വന്നിട്ടുള്ളത്. ബാക്കി ഏകദേശമൊക്കെ പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ ഇത് നല്ലൊരു ക്വാളിറ്റി സാധനം തന്നെയാണെന്ന് വെച്ചാൽ ഏകദേശം നല്ലൊരു ക്വാളിറ്റി, നമ്മൾ പറഞ്ഞ ബഡ്ജറ്റിൽ നല്ലൊരു ക്വാളിറ്റി മൈക്ക് തന്നെയാണ്. ഞങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വാങ്ങാം ഗൈസ്. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യമൊക്കെ നോക്കാം. ഏകദേശം ഇത്രയൊക്കെ ആയിരുന്നു സ്പെസിഫിക്കേഷൻ കാര്യമൊക്കെ. ബാക്കി സ്പെസിഫിക്കേഷൻ കാര്യം ഞാൻ ഇവിടെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാൻ പറ്റുന്നതായിരിക്കും എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി ടെസ്റ്റും കാര്യമൊക്കെ. മൈക്കിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യമൊക്കെ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഗൈസ് നമുക്ക് ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാക്ട് ക്വാളിറ്റിയും കാര്യമൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. നമ്മുടെ ഗെയിമിംഗ് ചാനലൊക്കെ വന്നാൽ ഗെയിമിംഗ് ചാനലിൽ വീഡിയോസും കാര്യം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ മൈക്ക് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഇതിനടുത്ത് വോയിസ് ഓവറും കാര്യം ചെയ്യുന്ന വീഡിയോസൊക്കെ ഇതിലേക്ക് എന്തായാലും ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റിയിലേക്ക് അടക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ സൗണ്ട് വെച്ചാൽ നമ്മുടെ മയാനോയുടെ മൈക്കിൽ നിന്ന് വോയിസ് ആണ്. അപ്പോൾ ഞാൻ സൗണ്ട് ക്വാളിറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സൗണ്ട് ക്വാളിറ്റി. ഇപ്പോൾ ഇത് മീഡിയത്തിലാണുള്ളത്. ഗ്രെയിൻസ് ഞാൻ മീഡിയത്തിൽ ഇട്ടിട്ടാണുള്ളത്. ഇത് നമുക്ക് ഫുൾ ഹൈയിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫുൾ ഹൈ ക്വാളിറ്റി ഉള്ള സൗണ്ട് വെച്ചാൽ. അപ്പോൾ ഞാനിപ്പം നമ്മുടെ ലാപ്ടോപ്പിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മൊബൈൽ ഫോണിലല്ല. മൊബൈൽ ഫോണിൽ
റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ സി ടൈപ്പ് കൺവെർട്ടർ USB കൺവെർട്ടർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മൈക്രോഫോൺ കൺവെർട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചർ വെച്ചാൽ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് മയാനോ എന്നുള്ള ബ്രാൻഡിങ് കാണുന്ന ഭാഗത്ത് സംസാരിച്ചാൽ മാത്രമേ ഒരു നല്ല ക്ലാരിറ്റിയിൽ റെക്കോർഡ് ചെയ്യാം. കാരണം വെച്ചാൽ അവിടെയാണ് നമ്മുടെ മൈക്കിൻ്റെ ഏകദേശം എൻട്രി ഭാഗമായിട്ട് വരുന്നത്. ബാക്കി സൈഡ് ഭാഗത്തൊക്കെ വർത്താൻ പറയുമ്പം ക്വാളിറ്റി കുറയുന്നിരിക്കും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ എൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഡയറക്റ്റ് ഇതിൻ്റെ ഫേസ് ഇത് ഈ ഭാഗത്തായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്നൊക്കെ പറഞ്ഞു നോക്കാം. ഹലോ. അപ്പം ഇപ്പം കേട്ടുകൊണ്ടെങ്കിൽ സൗണ്ട് വെച്ചാൽ മുമ്പ് എന്നുള്ളതാണ്, ബാക്കി കേട്ടത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നും കാര്യമൊക്കെ. അപ്പം നമുക്ക് ഇത്രയ്ക്കായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്വാളിറ്റി ടെസ്റ്റും കാര്യമൊക്കെ. അപ്പം ഇതിൻ്റെ വോയിസ് കൺട്രോൾ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഗ്രെയിൻസ് കൂടുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇത്രയൊക്കെ ഇട്ടാൽ മതി ഗൈസ്. ഈ അളവിലൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റെക്കോർഡും കാര്യം ചെയ്യാൻ പറ്റും. അധികം ഗ്രെയിൻസ് ഒന്നും ഉണ്ടാവില്ല. എക്കവും കാര്യം വളരെ കുറവായിരിക്കും. നല്ല ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ സൗണ്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വിൻഡ് ഷീൽഡ് ഊരിയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി നോക്കാം. ഇതിപ്പോൾ ഞാനിതാ വിൻഡ് ഷീൽഡ് ഊരിയിട്ടുണ്ട്. അപ്പോൾ ഒരു പഫ് എന്നുള്ള സംഭവത്തിന് ഒരു കാറ്റ് അങ്ങനെ സംഭവം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അത് ഈ വിൻഡ് ഷീൽഡ് ഇല്ലാത്തതുകൊണ്ടാണ്. വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. നമ്മൾ വർത്തമാനം പറയുന്നുള്ള സൗണ്ടിൽ ഒരു കാറ്റ് സംഭവം അതിങ്ങനെ ചിലപ്പോൾ സൗണ്ട് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ വിൻഡ് ഷീൽഡ് എല്ലാവരും വെക്കുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും വെക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു പൗച്ച് അല്ലെങ്കിൽ ഒരു പഫ് എന്ന സംഭവം കിട്ടാറുണ്ട്. എന്തായാലും പറയാം, വിൻഡ് ഷീൽഡിൻ്റെ ഒരു സ്പോഞ്ച് സംഭവം കിട്ടാറുണ്ട്. അതാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ പറ്റുന്ന അതാണെങ്കിലും ബെസ്റ്റാണ്. അപ്പം ഗൈസ് ഓക്കെ ബൈ. സോ ഗൈസ് അപ്പോൾ ഇത്രയ്ക്കായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ബൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ബൈ ചെയ്യാൻ ലിങ്ക് ആയിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെല്ലാം കിടക്കാച്ച വീഡിയോ ഇൻഫോർമേറ്റീവ് വീഡിയോ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഒക്കെ വീണ്ടും ആജു സൈനിങ് ഔട്ട്. പിന്നെ ഗൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കണം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഇപ്പം ഞാൻ വെള്ളച്ചാട്ടത്തേക്ക് പോയി കളിക്കുന്നൊരു കിടിലൻ അരിയിൽ വാട്ടർഫോൾസിൽ പോകുന്ന വീഡിയോ കാണാതെ അതും കാണാം ഗൈസ്. ഇത് തൊട്ടാൽ മതി.